അത്തരമൊരു കേസിൽ പ്രതികളായിട്ടുള്ളവർ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇവിടെ തിരുവനന്തപുരം ജുഡീഷ്യൽ കോടതിയിൽ അവർ എനിക്ക് നേരെ കേസെടുക്കണം എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പരാതി കോടതിയിൽ കൊടുത്തു. യഥാർത്ഥത്തിൽ അത് കൊടുക്കേണ്ടത് പോലീസിലാണ്. ആദ്യം പോലീസ് കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോലീസ് കൊടുത്താലും സാധാരണഗതിയിൽ അന്വേഷിക്കുന്ന ഏത് പോലീസിനും ആ സംഭവത്തെ സംബന്ധിച്ച് ആ പ്രതികൾക്കെതിരെ കേസെടുക്കാനേ സാധിക്കും. അത്തരമൊരു നടപടിയാണ് ഉണ്ടായത്. ആ നടപടിയെ കോടതിയുടെ മുമ്പിൽ ഒരു കേസ് വന്നാൽ കോടതിക്കത് പരിശോധിക്കാനുള്ള അധികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കോടതി പോലീസല്ല. കോടതി അന്വേഷിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും പറയാം. അതുകൊണ്ട് കോടതിയല്ലേ, കോടതി ഇപ്പോഴെന്താണ് പറഞ്ഞത് എന്നുള്ളത് അതിൻ്റെ വിശദാംശം നോക്കിയാൽ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. പക്ഷേ ഒരു ഭീകര സംഘം ഒരു വിമാനത്തിനകത്ത് കേരളത്തിൽ നടത്തിയിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നത്. ആ സംഭവത്തെ ഒരു ജുഡീഷ്യറിക്കും നിസ്സാരമായി കാണാൻ കഴിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ കോടതിയിൽ വന്നോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാവുന്ന കാര്യമല്ല. എന്നെ ഏതെങ്കിലും കാരണവശാൽ കോടതി ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ കോടതിയോട് പറയും. ഇപ്പോൾ ഏതെല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരമൊരു നിലപാട് എന്താണ് സ്വീകരിച്ചത്, എന്താണ് ഇപ്പോൾ സ്വീകരിച്ച നടപടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൂടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പറയാം. പക്ഷേ ഇത് ഒരു ഭീകരന്മാരുടെ സംഭവമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെൻറ് സ്വാഭാവികമായും ഇത്തരം അക്രമങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടാണല്ലോ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ അക്രമികളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഗവൺമെൻറ്റും പോലീസുമാണ്. അവർ ചിലപ്പോൾ അവരുടെ അത്തരത്തിൽ ചില നിലപാടുകൾ സ്വീകരിച്ചേക്കും. ഇപ്പോൾ അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പല നിലപാടുകളും അങ്ങനെയാണ്. ഇവിടെ ശബരിമല സ്വർണ്ണംകട്ട കേസിലെ പ്രതിക്ക് വേണ്ടി വാദിക്കുന്ന അവരുടെ വക്കീലിനെ പിടിച്ച് ദേവസ്വത്തിൻ്റെ ഗവൺമെൻറ് പ്ലീഡറാക്കിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. അവരിത്തരത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്നേക്കാം. അതുകൊണ്ട് ഇത് കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു സംഭവത്തിൽ അക്രമികളെ പ്രതിരോധിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് കാണുന്ന ഒരാളാണ്.